നമസ്കാരം. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ. എല്ലാവരെയും പൊന്നു ഭഗവാൻ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കാനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസത്തെ ഉച്ചപൂജ അലങ്കാരവും ഗുരുവായൂർ കാഴ്ചകളും നിങ്ങളെ അറിയിക്കാനായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇന്നലത്തെ ദിവസം എനിക്ക് പേഴ്സണലായിട്ട് കുറച്ച് മെസ്സേജുകൾ വന്നത് എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മളവിടെ അമ്പലനടക്കിൽ വന്നിട്ട് എങ്ങനെയാണോ നമ്മൾ അമ്പലത്തിന് ചുറ്റും ഒരു പ്രദക്ഷിണം വെക്കുന്നത് അതുപോലെ ഞങ്ങൾക്ക് ഫീൽ ചെയ്തു ഓരോരോ കാഴ്ചകൾ പറഞ്ഞു തരുമ്പോൾ എന്ന് പറയുന്നു. വളരെയധികം സന്തോഷം തോന്നുന്നു. കാരണം എൻ്റെ ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ എൻ്റെ പൊന്നു ഭഗവാൻ ഗുരുവായൂരപ്പനെയും ആ ഗുരുവായൂർ മഹാക്ഷേത്രത്തെയും ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ എന്താണോ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ അത് നിങ്ങളുടെ മനസ്സിലേക്ക് എത്തുന്നുണ്ടെന്ന് അറിയുന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട്. സാധാരണ ചാനലുകളിലുള്ളതുപോലെ കണ്ടമാനം ആളുകൾ കാണുന്ന ഒരു പ്രോഗ്രാം ഒന്നല്ല അത്. നമ്മൾ പതുക്കെ ആരംഭിച്ചു വരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു വിവരണത്തിലും അവതരണത്തിലും എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് അറിയിക്കാനും നിങ്ങൾ എന്നെ അറിയിക്കണമെന്നും അതുമായിട്ട് എനിക്ക് കൂടുതൽ ഉപദേശങ്ങൾ തരണമെന്നും ഞാൻ ആദ്യമേ പറയുന്നു. ഇന്നത്തെ ഉച്ചപൂജാലങ്കാരം കൂർമാവതാരമായിട്ടാണ് ഭഗവാൻ ശ്രീലകത്ത് എന്നുള്ളത്. കൂർമാവതാരം എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ ഈ ഒരു യൂട്യൂബിലും സോഷ്യൽ മീഡിയാസിലൊക്കെ വീഡിയോസ് ചെയ്തു തുടങ്ങിയിട്ട് എനിക്ക് ആദ്യത്തെ ബ്രേക്ക് കിട്ടിയിട്ടുള്ള ഒരു അവതാരമാണ് കൂർമാവതാരം എന്ന് പറയുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ ജനങ്ങൾ ശ്രദ്ധിക്കാനുണ്ടായ കാരണം ഞാൻ ഒരു ആമയെ കുറിച്ചിട്ട് അമ്പലനടയിൽ കണ്ടിട്ടുള്ള ഒരാമയെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തതാണ്. 70 ലക്ഷത്തിലധികം ആളുകൾ ആ വീഡിയോ കണ്ടു എന്നുള്ളത്, ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വലിയൊരു ആശ്ചര്യം തന്നെയാണ്. അത് കണ്ടതിൻ്റെ ഞാൻ ആ വീഡിയോ ചെയ്തതിൻ്റെ പിറ്റേ ദിവസത്തെ അവതാരം ഗുരുവായൂർ അമ്പലത്തിലെ അവതാരം കൂർമാവതാരമായിരുന്നു. അതുപോലെ എന്താ പറയുക, ഇന്ന് ഈ കാണുന്ന നിലയിലേക്ക് നമ്മുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലും നമ്മുടെ യൂട്യൂബും ഒക്കെ വളർന്നു വരുന്നതിന് ആ ഒരു വീഡിയോ വഹിച്ച പങ്ക് വളരെ വലുതാണ്. എനിക്ക് എന്നും പ്രിയപ്പെട്ട ഒരു അലങ്കാരം തന്നെയാണ് കൂർമാവതാരം. ഭഗവാൻ ശ്രീലകത്ത് ഇന്ന് കൂർമാവതാര മൂർത്തിയായിട്ടാണെന്നുള്ള കുമാരേട്ടൻ്റെ വർണ്ണന കേൾക്കുമ്പോഴേക്കും ഞാൻ അനുഭവിക്കുന്ന സന്തോഷം അതെനിക്ക് നിങ്ങളെ പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ല. അതുപോലെ തന്നെ ഇന്ന് വളരെയധികം തിരക്കുണ്ട് ഗുരുവായൂർ അമ്പലത്തിന്റെ മുന്നിൽ. യുദ്ധകാലാടിസ്ഥാനത്തിലാണ് ഇപ്പോൾ 5ാമതായിട്ടൊരു കല്യാണ മണ്ഡപം പണിയണത്. ഏകദേശം 400ഓളം കല്യാണങ്ങളാണ് നടക്കാൻ പോകുന്നത്. ഈ 23-ാം തീയതി 30-ാം തീയതി ആയിട്ട് അത്രയ്ക്കധികം വിവാഹങ്ങൾ ചീട്ടാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇനിയും ഒരുപാട് കല്യാണങ്ങൾ ചീട്ടാക്കാൻ ബാക്കി ഉണ്ടാവുമായിരിക്കും, ചിലപ്പോൾ അറിയില്ല. എന്തായാലും ഇത് ചരിത്രത്തിലെ വലിയൊരു ഇടം പിടിക്കാനുള്ള പോക്കാണ്. ചെറുതായിട്ട് ഇടയ്ക്കും തലയ്ക്കൊക്കെ ഗുരുവായൂർ ഒരു മഴ ചാറിയുന്നുണ്ടെങ്കിലും അധികവും സണ്ണി ആയിട്ട് തന്നെയായിരുന്നു ഒരു ദിവസം ഉണ്ടായിരുന്നത്. നമ്മൾ അമ്പലത്തിൽ നിന്നു വന്നു തൊഴുതു. ഒരുപാട് കാവി മുണ്ടും കാവി പുതപ്പൊക്കെ ആയിട്ട് കർണാടകയിൽ നിന്നൊക്കെ വന്നിട്ടുള്ള കണ്ടമാനം സ്വാമിമാരെ കണ്ടു. അവര് കുളത്തിന് ചുറ്റും പ്രദക്ഷിണം വെക്കുന്നുണ്ട്. ഞാൻ പോകുന്നിടത്തൊക്കെ അവരെ കാണാമായിരുന്നു. അവരൊരു 20-ലധികം ആൾക്കാരുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ കണ്ടമാനം കുട്ടികളുടെ ഡാൻസ്. ഇന്ന് ഗുരുവായൂർ കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഗുരുവായൂർ മേൽപ്പത്തൂരിൽ പാടിയിട്ടും ആ ഉത്സവ സമയത്ത് അദ്ദേഹം ഒരു പാട്ട് അദ്ദേഹം ഒരു കീർത്തനം പാടുന്നത് വളരെയധികം ജനശ്രദ്ധ നേടുകയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ ഇരുന്നിട്ട് പാട്ട് പാടുന്നത് കണ്ടു. ഒരു ചെറിയത് അത് വളരെയേറെ പ്രിയപ്പെട്ട നിങ്ങൾക്കെല്ലാം നമ്മ ഗുരുവായൂരപ്പ ഭക്തർക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കീർത്തനാണത്. ഗുരുവായൂരേകാദശി തൊഴുവാൻ പോകുമ്പോൾ വഴി കാട്ടുക നാരായണ. അങ്ങനെ അതിങ്ങനെ മനോഹരമായിട്ട് ഗുരുവായൂരിന്റെ യേശുദാസ് എന്നാ പറയാ, ഗുരുവായൂർ കൃഷ്ണനെ. അപ്പൊ അദ്ദേഹം അത് പാടുന്നത് കേട്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെയും ഒരു വട്ടം കൂടി ഞാൻ അമ്പലനടയിലേക്ക് പോയി കുളപ്രദക്ഷിണം ചെയ്തു. പ്രസാദൂട്ടിന് വളരെയധികം തിരക്കുണ്ട്. കൂളത്തിന്റെ അവിടെ, തെക്കേ നടക്കിലെ കൂളത്തിന്റെ അവിടെ കണ്ടമാനം ആളുകൾ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇന്ന് പായസം മേടിക്കാനുള്ള ക്യൂ സാധാരണ നിൽക്കുന്ന ആ ഒരു സ്ഥലത്ത് നിന്ന് ഓവർഫ്ലോ ആയിട്ട് അവര് ഈ സിഗ്സാഗ് ക്യൂസ് കണ്ടമാനുണ്ട്. എന്നാൽ തന്നെയും അതിനും പുറത്ത് ആൾക്കാർ നിൽക്കണുണ്ട്. അത്രയ്ക്കധികം ആൾക്കാർ പ്രസാദം മേടിക്കാനുണ്ട്. അതുപോലെ തന്നെ പ്രസാദൂട്ട് കഴിക്കാനും അത്രയ്ക്കധികം ആൾക്കാരുണ്ട്. പ്രിയപ്പെട്ട ആളുകളെയൊക്കെ കുറേ കൃഷ്ണബന്ധുക്കളെ കാണാൻ സാധിച്ചു. എന്ന് തൊഴുത് കിഴക്കേ നടയിൽ വന്നു. കുറേ നേരം അവിടെ നിന്നു. ഉച്ചപൂജ കഴിഞ്ഞ് നട തുറക്കുന്നവരെ നമ്മളവിടെ കാത്തു നിന്നു. നട തുറന്നപ്പോൾ നന്നായി തൊഴുതിട്ട് വീട്ടിൽ വന്നു. ഇപ്പോൾ നിങ്ങൾക്കായിട്ട് ഈ എന്താ പറയുക, ഉച്ചപൂജ അലങ്കാരം ഇന്നത്തെ കാഴ്ചകളും സമർപ്പിക്കുന്നു.
ഇന്നത്തെ ദിവസം നമ്മൾ മനസ്സിൽ കാണേണ്ടത്, ഞാൻ ഇപ്പോഴും പറയാറുണ്ട്, ഇന്നത്തെ ദിവസം വന്ന് നേരിട്ട് ഈ അവതാരത്തെ, ഈ ദശാവതാരത്തിൽ രണ്ടാമത്തെ അവതാരമായിട്ടുള്ള കൂർമാവതാരം, ആ രൂപം ധരിച്ചുകൊണ്ട് കളഭത്താൽ അലങ്കൃതമായിട്ട് ശ്രീകോവിലിരിക്കുന്ന ഭഗവാൻ ഗുരുവായൂരപ്പനെ വന്ന് തൊഴുത് സായുജ്യമടയാൻ സാധിച്ചവർ അതിഭാഗ്യവാന്മാർ. എന്നാൽ എത്രയോ ദൂരത്തിരുന്ന് ഭഗവാനെക്കുറിച്ച് സ്മരിക്കുന്നത് കൊണ്ടും ഭഗവാനെക്കുറിച്ചുള്ള വിവരങ്ങൾ തിരയുന്നത് കൊണ്ടും ഭഗവാന്റെ വിവരങ്ങൾ അറിയുവാനുള്ള ആഗ്രഹം കാരണവും ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾ അതിലേറെ ഭാഗ്യവാന്മാർ. ഭഗവാൻ, നിങ്ങൾ എത്രത്തോളം ഭഗവാനെ അറിയാൻ ആഗ്രഹിക്കുന്നോ, അടുക്കാൻ ആഗ്രഹിക്കുന്നോ, അത്രത്തോളം ഭഗവാൻ നിങ്ങളെയും അറിയാനും അടുക്കുവാനും ആഗ്രഹിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് നമ്മളെപ്പോഴും അദ്ദേഹത്തെ നിരന്തരം സ്മരിക്കുന്നതും നമുക്ക് അദ്ദേഹത്തിനുമായി ബന്ധപ്പെട്ട വാർത്തകളും വിവരങ്ങളും വിശേഷങ്ങളും അറിയാൻ സാധിക്കുന്നതും. അപ്പോൾ ഏറ്റവും അനുഗ്രഹീതരായിട്ടുള്ള നിങ്ങളോട് ഭഗവാന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നതിനുള്ള നന്ദി എത്ര പറഞ്ഞാലും തീരാത്തതാണ്. ആ പൊന്നു ഭഗവാൻ ഗുരുവായൂരപ്പൻ, എൻ്റെ ഗുരുനാഥൻ ഗുരുവായൂരപ്പന് മുന്നിൽ സാഷ്ടാംഗം പ്രണമിക്കുന്നു. നിങ്ങളെ എല്ലാവരെയും ഭഗവാൻ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കാനായിട്ട് പ്രാർത്ഥിക്കുന്നു. നമുക്കിന്ന് കൂർമാവതാരമൂർത്തിയായിട്ടിരിക്കുന്ന ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ കാര്യം നമുക്കിന്ന് നാരായണീയത്തിലെ ദശകം 27 വായിക്കാം. പട്ടേരിപ്പാട് എഴുതിയിട്ടുണ്ട്. അതിൽ ക്ഷീരാബ്ദിമദനവും കൂർമാവതാരവും എന്ന് പറഞ്ഞിട്ട് ദശകം 27 ആ അധ്യായം കവർ ചെയ്യുന്നത് ഭഗവാന്റെ കൂർമാവതാരത്തെ കുറിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങളെല്ലാവരെയും ഭഗവാൻ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കാനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ, ഹരിയോ തത്സത്.